തീപിടുത്തമുണ്ടായ ഉടനെ തന്നെ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്ന് വലിയൊരു ഇടപെടൽ ഉണ്ടായതുകൊണ്ട് അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചില്ല. 4 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇപ്പോഴും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവരുടെ ഉദ്യമത്തിൽ തന്നെയാണ്. ആക്രി സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് വെള്ളം തളിച്ച് തീ കെടുത്താനുള്ള ഒരു ശ്രമം ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രദീപ് ജോസഫ് തത്സമയ വിവരങ്ങൾ നൽകും. പ്രദീപ്, ആക്രി ഗോഡൌണിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്രയും വസ്തുക്കൾ, തീപിടിക്കാനുള്ള എല്ലാ വസ്തുക്കളും അവിടെയുണ്ട്. അങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഗോഡൌൺ, അവിടെ ഫയർ ആൻഡ് സേഫ്റ്റി ലൈസൻസ് ഇല്ല എന്നത് ആ ഉടമ തന്നെ നമ്മളോട് തുറന്നു പറഞ്ഞു എന്നതാണ്. അങ്ങനെയാണ് നഗരമധ്യത്തിൽ ജനവാസ മേഖലയിൽ ഒരു ആക്രി ഗോഡൌൺ പ്രവർത്തിക്കുന്നത്, അല്ലേ? അതെ, ഈ കെട്ടിടത്തിന് ലൈസൻസുകളോ യാതൊരു തരത്തിലുള്ള അനുമതിയോ ഉണ്ടായിരുന്നില്ല എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്. കെട്ടിട നമ്പർ നൽകിയിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. ഇപ്പോൾ ഇതിന് തൊട്ടടുത്തുള്ള കെട്ടിടത്തിൻ്റെ ടെറസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. താഴെ JCB പണിയെടുക്കുന്നുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും വെള്ളവും ഫോമും ഒക്കെ ചുറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് ഇപ്പോഴും ഏതൊക്കെയോ തരത്തിലുള്ള ജ്വലനം നടക്കുന്നുണ്ട്, തീ എരിയുന്നുണ്ട്. അത് പൂർണ്ണമായി അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ജനവാസ കേന്ദ്രത്തിൽ ഇങ്ങനെ ഒരു ഗോഡൌൺ എങ്ങനെ ഇത്രയും കാലം പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇനിയും വ്യക്തമാകേണ്ടത്. നഗരസഭ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ നഗരസഭയാണ് ഇതിനൊരു ഉത്തരം നൽകേണ്ടത്. അനുമതി ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെ അനുമതി നൽകി തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഏതാണ്ട് 150ഓളം വരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് വെളുപ്പിന് 2 മണി മുതൽ തന്നെ അത്യധ്വാനം തുടങ്ങിയത്. ഒപ്പം ഗതാഗത നിയന്ത്രണത്തിനും ആളുകളെ നിയന്ത്രിക്കുന്നതിനും മറ്റുമായി പോലീസും ഉണ്ടായിരുന്നു. പുലർച്ചെ രാത്രികാലത്തായിരുന്നു എന്നതുകൊണ്ട് തന്നെ മറ്റ് കാഴ്ചക്കാരായി അധികം പേരുണ്ടായിരുന്നില്ല. പലപ്പോഴും ഇത്തരം രക്ഷാ ദൗത്യങ്ങളിൽ പ്രധാന ഒരു തടസ്സമായി വരുന്ന കാഴ്ചക്കാരാണ്. ഇവിടെ അതുണ്ടായില്ല. അതേസമയം ട്രെയിൻ ഗതാഗതം 2 മണിക്കൂറോളം തടസ്സപ്പെട്ടത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി. സുരക്ഷയെ കരുതിയാണ്, അതായത് റെയിൽവേ ട്രാക്കിനോട് ചേർന്നാണ് ഈ ഗോഡൌൺ സ്ഥിതി ചെയ്യുന്നത്. ആ സാഹചര്യത്തിൽ സുരക്ഷയെ കരുതിയാണ് 2 മണിക്കൂറോളം എറണാകുളം സൗത്തിൽ നിന്ന് ആലപ്പുഴ ഭാഗത്തേക്കും തിരിച്ചുമുള്ള ഗതാഗതം നിയന്ത്രിച്ചത്. ശരി പ്രദീപ്, ഞാൻ ബിജു പങ്കജിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ബിജു, ഈ ഒരു അപകടത്തിന് ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി ഇതൊന്നും ആയിരിക്കില്ലായിരുന്നു, അല്ലേ? കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രം ജീവഹാനി ഒന്നും ഉണ്ടാകാതെ വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ വേണം പറയാൻ, അല്ലേ? തീർച്ചയായും. ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ദൃശ്യങ്ങൾ കാണിച്ചു തരാം. ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ വരുന്നു, പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വലിയ ജനവാസ മേഖലയ്ക്കിടയ്ക്കായതുകൊണ്ട് ചെറിയ തീപ്പൊരി മതി ഇത് വീണ്ടും വലിയ ദുരന്തമാകാനായിട്ട്. ഇപ്പോൾ ഇത് പകൽ ദൃശ്യത്തിൽ ഉള്ള ഒരു വിഷ്വലാണ്. ഇത് കണ്ടോ, ഈ പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ, ആക്രി സാധനങ്ങൾ, പെട്ടെന്ന് തീ പിടിക്കുന്ന സാധനങ്ങളാണ്. ഈ ഗോഡൗണിൻ്റെ ദൃശ്യം നോക്കൂ, ഒരു ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങളുമില്ല. ആകെ CCTV മാത്രമാണല്ലോ. ഈ ദൃശ്യങ്ങൾ നോക്കൂ, എല്ലാം തീ പിടിക്കുന്ന സാധനങ്ങൾ, പ്ലാസ്റ്റിക്, അതുപോലെ പേപ്പർ വേസ്റ്റുകൾ, ഈ പെയിൻറ്റിൻ്റെ ടിന്നുകൾ, എല്ലാം അത് തന്നെ. വേണ്ട ഒരു 1/2 ഏക്കറോളം സ്ഥലത്തായി ഈ വലിയ ഗോഡൗൺ, ഫുൾ കവേർഡായ ഒരു ഗോഡൗണാണിത്. തീ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് തന്നെയാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറയുന്നത്. അകത്തേക്ക് കയറുക എന്ന് പറയുന്ന ഒരു വലിയ പ്രയാസമാണ്. ഇപ്പോഴും പുക വരുന്നുണ്ട്. കാരണം ഇങ്ങനെ തീ അണഞ്ഞ് ഈ തകരപ്പാട്ട അതുപോലുള്ള ഇരുമ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ കനലങ്ങനെ പെട്ടെന്ന് അണയുന്നില്ല. അതുകൊണ്ടാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവർ JCB ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത് മാറ്റിയിട്ട് തീ അണയ്ക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത്ഭുതകരമാണ്. കാരണം നഗരമധ്യത്തിൽ ഇങ്ങനെ ഒരു ഗോഡൗൺ ഉണ്ട്, അതിനൊരു ഫയർ ഫൈറ്റിംഗ് സംവിധാനം ഇല്ല എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ സൗത്ത് ഓവർ ബ്രിഡ്ജ്, കാരണം ഈ അപകടം എങ്ങനെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, ഒന്ന് സൗത്ത് ഓവർ ബ്രിഡ്ജിൽ, അതുപോലെ തന്നെ റെയിൽവേ പാലം, ആലപ്പുഴ റോഡിലോടുന്ന ട്രെയിൻ ഗതാഗതം ഇതിലെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഏത് വശത്തുകൂടെയും ഇവിടെ ഒരു വലിയ തീപിടുത്തം ഉണ്ടായ, ഒരു സ്ഫോടനം ഉണ്ടായാൽ വലിയ ദുരന്തം ഉണ്ടാകുന്നത്. 12 ഗ്യാസ് സിലിണ്ടറുകൾ ഇതിനകത്ത് പൊട്ടിത്തെറിച്ചു. അതുപോലെ 9 ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ടായിരുന്നു. അവരിത് അറിഞ്ഞില്ല. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വന്നിട്ടാണ് അവരെ രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ വലിയ ദുരന്തമായി മാറുമായിരുന്ന ഒരു കാര്യം അത് യഥാസമയം കണ്ടുകൊണ്ട്, അതായത് ഇതിൻ്റെ പുറകിൽ താമസിക്കുന്ന അജി എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പ് ഉടമയാണ്. അദ്ദേഹം രാത്രി ശബ്ദം കേട്ടപ്പോൾ എണീറ്റ് വന്ന് നോക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ തീ പടരുന്ന കണ്ട. അപ്പോഴാണ് ഫയർഫോഴ്സിൽ അദ്ദേഹം വിളിച്ചറിയിച്ചത്. അങ്ങനെ യഥാസമയം ഇത് കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ വലിയ ദുരന്തമായി മാറിയനെ. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുമ്പോൾ തന്നെ
ഇവിടെ ഈ ലൈൻ പൊട്ടി അവിടെ തീയാണ്. അപ്പോൾ അവർക്ക് കയറാൻ പറ്റത്തില്ല. അങ്ങനെ KSB ഉദ്യോഗസ്ഥരോട് അവർ വിളിച്ചു പറഞ്ഞിട്ടാണ് ഈ ട്രാൻസ്ഫോമറിൽ ഓഫ് ചെയ്യുന്നത്. പിന്നീട് രണ്ടാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ വശത്തുകൂടി ആലപ്പുഴ ട്രെയിൻ പോവുകയാണ്. മാവേലി അടക്കമുള്ള ട്രെയിനുകൾ റെയിൽവേക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ട് അവിടെ പിടിച്ചിട്ടു. മൂന്നാമത് സൗത്ത് പാലത്തിലൂടെയുള്ള ഗതാഗത അതും തടഞ്ഞു. അങ്ങനെ വളരെ ഭഗീരഥ പ്രയത്നം നടത്തി. ആദ്യം എത്തിയ ഫയർഫോഴ്സ് സംഘത്തിന് ഇത് നിയന്ത്രിക്കാൻ പറ്റിയില്ല. അങ്ങനെ ചുറ്റുമുള്ള BPCL, കൊച്ചിൻ ഷിപ്പ്യാർഡ് അങ്ങനെയുള്ള എല്ലാ പ്രദേശങ്ങളിലുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സംഘങ്ങളെല്ലാം വിളിച്ചിട്ടാണിത് നിയന്ത്രണം വിധേയമാക്കിയത്. ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ JCB കൊണ്ടുവന്നിട്ട് ഈ വേസ്റ്റൊക്കെ നീക്കി അതിനകത്ത് കനലുണ്ടെങ്കിൽ അത് അണച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ സ്ഥിതിവിശേഷം ഇങ്ങനെ ഒരു ഗോഡൗണിന് ഞാൻ ഗോഡൗണിൻ്റെ ഉടമയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഫയർ സേഫ്റ്റി സംവിധാനങ്ങളില്ലേ? അതൊന്നും ഇല്ലയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതീവ ഗുരുതരമായ ഒരു കാര്യമാണ്. കാരണം ഇത്രയും ജനവാസ മേഖലയിടയ്ക്ക് ഇതിൻ്റെ പുറകിൽ ഒരു ലേഡീസ് ഹോസ്റ്റലുണ്ട്. അതുപോലെ ഗോഡൗൺ ഉടമയുടെ പ്രതികരണം നമുക്കൊന്ന് കേൾപ്പിക്കാം. ഗോഡൗണിന് ഫയർ ആൻഡ് സേഫ്റ്റി ലൈസൻസ് ഉണ്ടോ? ഇല്ല. ഇത്രയും വലിയൊരു ഗോഡൗൺ ഈ നഗരത്തിൽ അല്ല. അങ്ങനെ നിങ്ങൾ ഓക്കെ, ഇതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇതിന്റെ ഉടമയുടെ പ്രതികരണമാണ് ഈ കാണുന്നത്. ഇങ്ങനെയായിരുന്നു ആ ഉടമയുടെ പ്രതികരണം. ഫയർ ആൻഡ് സേഫ്റ്റി ലൈസൻസ് ഉണ്ടോ എന്നതൊന്നും അദ്ദേഹം ഇല്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. ഇത്രയും വലിയൊരു ഗോഡൗൺ, അത് 1/2 ഏക്കറോളം ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗോഡൗൺ ആണ്. അത് എങ്ങനെ ഒരു സുരക്ഷാ സംവിധാനങ്ങളും ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ അവിടെ പ്രവർത്തിക്കുന്നു എന്നതാണ് ഒരു ചോദ്യം, അല്ലേ ബിജു? തീർച്ചയായും എത്ര ലാഘവത്തോടെയാണ് ആ മനുഷ്യൻ ആ വാക്ക് പറയുന്നത്. എത്ര പേര് ഇവിടെ ദുരന്തത്തിന് ഇരയാകേണ്ടതാണ്. അപ്പോൾ ഇത് ശരിക്കും വളരെ ഗൗരവതരമായൊരു ഇഷ്യൂ ആണ്. അന്വേഷണം നടത്തേണ്ട ഒരു കാര്യമാണ്. കാരണം നഗരസഭ ഇതിനെങ്ങനെ ലൈസൻസ് കൊടുത്തു, അതുപോലെ ഇതിന് ഫയർ ആൻഡ് സേഫ്റ്റി ഇല്ലാതെ ഈ ഫുൾ കവേഡായി ഈ ഗോഡൗൺ നോക്കി ഈ ദൃശ്യങ്ങളിൽ ഫുൾ കവേഡായൊരു ഗോഡൗണാണ്. ആ മുഴുവൻ തീ പിടിക്കുന്ന വസ്തുക്കളാണ്. അങ്ങനെ ഈ ഫുൾ കവേഡായി ഗോഡൗണിൽ എങ്ങനെ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം പോലും ഇല്ലാതെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു വലിയ കാര്യമാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പ്രദേശത്ത് ഇവിടെ ഒരു അഗ്നിബാധ ഉണ്ടായാൽ എത്ര പേരെയാണ് ഇത് ബാധിക്കുക? കാരണം നേരത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ പറഞ്ഞ പോലെ ആദ്യം തന്നെ ഇവിടെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഒഴിപ്പിക്കുക എന്നുള്ളൊരു വലിയ സംഭവമാണ്. കാരണം 2 മണിക്ക് എല്ലാവരും കിടന്നുറങ്ങുന്നതാണ്. അവരെല്ലാം ഈ ലോഡ്ജിൽ, ഇതിന് തൊട്ടടുത്തുള്ള ലോഡ്ജിൽ ഇപ്പോൾ വീണ്ടും ഒരു മഴ കൂടി പെയ്യണം. എന്തായാലും ആശ്വാസത്തിൻ്റെ മഴയാണ്. ഇപ്പോൾ 4ാമത്തെ മഴയാണ് ഞങ്ങൾ ഇവിടെ 3 മണിക്ക് വന്നതിന് ശേഷം. എന്തായാലും ഇത് ഫയർ ആൻഡ് റെസ്ക്യൂവിന് നല്ലൊരു പിന്തുണയാണ് കൊടുക്കുന്നത്. കാരണം അവർ 4 മണിക്കൂറായിട്ട് ഇവിടെ നിരവധി പേര് അവരുടെ ജീവൻ പണയം വെച്ച് തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഗുണകരമായ 4ാമത്തെ മഴ, ഏറ്റവും ശക്തമായ മഴ നന്നായിട്ട് പെയ്യട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കാരണം അവരുടെ ഒരു അധ്വാനത്തിന് ഒരു കുറവ് വരും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതുപോലെ ഇതൊരു വലിയ ഒരു സുരക്ഷാ പ്രശ്നമാണ്. കാരണം ഈ നഗരവാസികൾക്ക് നഗരത്തിനിടയ്ക്ക് ഇങ്ങനെയൊരു അഗ്നിരക്ഷാ സംവിധാനങ്ങളില്ലാതെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു വലിയ ഗുരുതരമായ കാര്യമാണ്. വളരെ ലാഘവത്തോടെയാണ് ആ ഗോഡൗണിൻ്റെ ഉടമ പറഞ്ഞത്. അദ്ദേഹത്തിനും ഒരു ചരിത്രമാണ്. അദ്ദേഹം നേരത്തെ സാന്താക്രൂസ് എന്ന് പറഞ്ഞൊരു സിനിമ എടുത്ത് പൊട്ടിപ്പോയ മനുഷ്യനാണ്. രാജു ഗോപി എന്ന് പറയുന്ന സിനിമാ നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെതാണ് ഈ ഗോഡൗൺ. പക്ഷേ എന്ത് ചെയ്യാം, ഇത്തരം ഒരു സിനിമ പൊളിഞ്ഞെങ്കിലും പക്ഷേ ഇത്തരം ഒരു ഗോഡൗണിന് ഒരു മിനിമം അഗ്നിരക്ഷാ സംവിധാനമെങ്കിലും ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കനത്ത മഴ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ആ മഴയ്ക്കൊപ്പം ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ അവരുടെ തീവ്രമായ പ്രവർത്തനങ്ങളും ഒരു വശത്ത് പുരോഗമിക്കുകയാണ്.